നമസ്കാരം. മഹാരാഷ്ട്രയിലെ പൂനെയ്ക്ക് സമീപമുള്ള വിനോദസഞ്ചാര കേന്ദ്രമായ ലോഹഗഡ് കോട്ടയിൽ നടന്നത് കേവലം ഒരു ട്രക്കിംഗ് അപകടമല്ല, മറിച്ച് അതിക്രൂരവും ആസൂത്രിതവുമായ ഒരു കൊലപാതകമായിരുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായി വിശാൽ അഗർവാളിന്റെ മകനും കമ്പനി ഡയറക്ടറുമായ 26-കാരൻ കേതൻ അഗർവാളിന്റെ മരണത്തിന് യഥാർത്ഥ പ്രതി കേതന്റെ പ്രതിസുത വധുവായ സിയ ഗോയൽ എന്ന 20-കാരിയുടെയാണെന്ന് പൂനെ റൂറൽ പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞു. കേതനെ കൊലപ്പെടുത്തിയ ശേഷം ഇതൊരു കാൽവഴുതി വീണുള്ള അപകടമരണമാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിയായ സിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ ജനങ്ങളെയും പോലീസിനെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നത്. എന്റെ ജന്മദിനത്തിൽ തന്നെ അവൻ എന്നെ തനിച്ചാക്കി പോയി എന്നായിരുന്നു കേതന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ അതീവ ദുഃഖിതയായി അഭിനയിച്ചുകൊണ്ട് സിയ എഴുതിയത്. എന്നാൽ ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്ക് പിന്നിൽ ഒന്നും അറിയാത്ത പൈതലിനെ പോലെ പെരുമാറിയ സിയയുടെ ക്രൂരമായ കൊലപാതക ബുദ്ധിയായിരുന്നു ഒളിഞ്ഞിരുന്നത്. തുടക്കത്തിൽ ശക്തമായ കാറ്റിൽ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ കേതൻ കാൽ തെറ്റി കൊക്കയിലേക്ക് വീണെന്നായിരുന്നു സിയ പോലീസിനോടും വീട്ടുകാരോടും വിതുമ്പിക്കൊണ്ട് പറഞ്ഞത്. എന്നാൽ ഒരു സാധാരണ അപകടമരണം എന്ന് കരുതി തള്ളിക്കളയാമായിരുന്ന ഈ സംഭവത്തിൽ പൂനെ റൂറൽ പോലീസിന്റെ കൃത്യവും ശക്തവുമായ അന്വേഷണമാണ് വഴിത്തിരിവായത്. സിയ ഗോയലും അവളുടെ രഹസ്യ കാമുകനായ ചേതൻ ചൗധരി എന്ന 22-കാരനും ചേർന്നാണ് കേതൻ അഗർവാളിനെ കോട്ടയുടെ മുകളിൽ വെച്ച് 400 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ആസൂത്രിതമായി നടത്തിയ കൊടും ക്രൂരതയ്ക്ക് ശേഷം വെറും ഒരു അപകടമരണം എന്ന് വരുത്തി തീർക്കാൻ സിയ കാണിച്ച ആത്മവിശ്വാസം പോലീസിനെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. കോടീശ്വരനായ പ്രതിശ്രുതവരനെ വഴിയിൽ നിന്നും ഒഴിവാക്കാൻ സിയയും കാമുകനും ചേർന്ന് അതീവ രഹസ്യമായി ചതിക്കുഴി ഒരുക്കുകയായിരുന്നു. കേതനും സിയയും തമ്മിലുള്ള വിവാഹം ഈ വർഷം നവംബറിൽ അതിഗംഭീരമായി നടത്താൻ ആയിരുന്നു കുടുംബത്തിന്റെ തീരുമാനം. അതിനായി നിശ്ചയങ്ങൾ നടത്തിയിരുന്നു. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഏകദേശം 17 കോടി രൂപ വിലമതിക്കുന്ന കൊട്ടാരവും അതിഥികൾക്കായി 2 സ്വകാര്യ വിമാനങ്ങളും വരെ വിവാഹത്തിനായി കുടുംബാംഗങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ സിയയ്ക്ക് ചേതൻ ചൗധരി എന്ന യുവാവുമായി തീവ്രമായ പ്രണയബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല, വിവാഹത്തിന് അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേതനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ കാമുകനൊപ്പം ചേർന്ന് അവൾ ക്രൂരമായ പദ്ധതി തയ്യാറാക്കിയത്. സ്വന്തം ജന്മദിനം ആഘോഷിക്കണമെന്ന വ്യാജേനയാണ് കേതനെ അവൾ ലോഹഗഡ് കോട്ടയിലേക്ക് നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുപോയത്. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അവിടെ എത്തിയ കാമുകൻ ചേതനൊപ്പം ചേർന്ന് ആരും കാണാത്ത സമയം നോക്കി കേതനെ കൊക്കയിലേക്ക് തള്ളിയിടുകയായിരുന്നു. മകന്റെ മരണത്തിൽ ആദ്യമേ തന്നെ കേതന്റെ കുടുംബാംഗങ്ങൾ കടുത്ത സംശയം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് പോലീസ് സിയയുടെയും ചേതന്റെയും ഫോൺ രേഖകൾ വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചു. ഈ പരിശോധനയിലാണ് സിയയും ചേതനും തമ്മിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയ ആയിരക്കണക്കിന് ഫോൺ കോളുകളുടെയും സന്ദേശങ്ങളുടെയും വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ തെളിവുകളും കൊലപാതക ആസൂത്രണത്തിന്റെ സൂചനകളും ഫോണിൽ നിന്ന് ലഭിച്ചതോടെ സിയയെ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ സിയയ്ക്കും കാമുകനും തങ്ങളുടെ കള്ളക്കഥകൾ അധിക നേരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണ മികവിന് മുന്നിൽ പ്രതികൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വരികയായിരുന്നു. സംഭവത്തിൽ സിയ ഗോയലിനെയും കാമുകൻ ചേതൻ ചൗധരിയെയും പോലീസ് ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തു. പുറം ലോകത്തിന് മുന്നിൽ നിരപരാധിയായി ചമഞ്ഞ സോഷ്യൽ മീഡിയയിൽ കണ്ണീരൊഴുക്കിയ പെൺകുട്ടിയുടെ യഥാർത്ഥ മുഖം കണ്ട് ഞെട്ടിത്തരിക്കുകയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ.